ദിനം 9 ദിവസത്തെ പ്രഭാഷണത്തിനായി ഗവൺമെൻറ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി കവിയും പ്രഭാഷണമൊക്കെയായ കെ സുദർശൻ സാറിനെ ഭക്തിപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ഈ അങ്കണത്തിൽ നടന്നു വരുന്ന വാസുദേവ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ പ്രഭാഷണം കേൾക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇങ്ങനൊരു അവസരം നൽകിയ ഈ ക്ഷേത്രത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായ ശ്രീ വിളയിൽ മോഹൻ, സെക്രട്ടറി ശ്രീ ചെറുവയ്ക്കൽ ജയൻ, പ്രസിഡന്റ് ശ്രീ സുകുമാരൻ നായർ, ട്രഷറർ ശ്രീ അശോകൻ, സൗഹൃദ ചെപ്പ് എന്ന ജീവകാരുണ്യ പ്രവർത്തക സംഘടനയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ എസ് രവീന്ദ്രൻ നായർ, ഈ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റും സൗഹൃദ ചെപ്പിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ വിജയകുമാർ അനുഗ്രഹ, വൈസ് പ്രസിഡന്റ് ശ്രീ ശൈലജകുമാർ, ശ്രീ ജയകുമാരപിള്ള, ശ്രീ രവി തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഇവിടെ ഈ പ്രഭാഷണത്തിന് നേരത്തെ തന്നെ എന്നെ ക്ഷണിച്ചിരുന്ന എന്തോ ചില കാരണങ്ങളാൽ എനിക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈശ്വര നിയോഗം കൊണ്ട് തന്നെ വീണ്ടും ആ അവസരം എനിക്ക് കൈവന്നതാണ്. ഇവിടെ ഇന്ന് പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത് ശ്രീ രാജു നാരായണസ്വാമികളാണ്. രാജു നാരായണസ്വാമി IAS. അപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പണ്ട് നാട്ടിൻപുറത്ത് ഒരു വായനശാലയുടെ ഉദ്ഘാടനം കുറെ കാലം മുമ്പാണ്. ഉണ്ണിമേരി നടത്തും എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറങ്ങി. ഉണ്ണിമേരിയുടെ കാലം. അങ്ങനെ ഉണ്ണിമേരി വരേണ്ട ഒരു വായനശാലയല്ല, ഗ്രാമീണ വായനശാല. പക്ഷെ ഉണ്ണിമേരി വരുന്നുവെന്നറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ അവിടെ തടിച്ചുകൂടി. സമയമായപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, ഒരു തിരുത്തുണ്ട്, ഉണ്ണിമേരിയല്ല ഉണ്ണിമേശ്ശേരിയാണ്. 16 or 17 തയ്യലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉണ്ണിമേശ്ശേരിക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. എന്തായാലും ഇവിടെ ഇന്നലെ ഉണ്ണിമേരി വന്നതുകൊണ്ട് പ്രശ്നമില്ല. അദ്ദേഹം 4:30 മണിക്ക് വന്നില്ല. ഇന്ന് ഇത് 9ാമത്തെ ദിവസമാണ്. പ്രകൃതി പൂജ കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതി നമ്മുടെ എല്ലാം നിലനിൽപ്പിൻ്റെ, നമ്മുടെ എല്ലാം ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ എല്ലാം വിളനിലമായ പ്രകൃതി. ആ പ്രകൃതിയിൽ പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, എന്തിന് പ്രളയവും അതുപോലെയുള്ള ദുർനിമിത്തങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രകൃതിയെ പൂജിക്കുകയും പ്രസന്നമാക്കുകയും ചെയ്ത അനുഗ്രഹീതമായ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഭാഗവതത്തെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി മുൻപ് നടന്ന പ്രഭാഷണങ്ങളിൽ പറഞ്ഞിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ
ഭാഗവതമായാലും രാമായണമായാലും നമ്മുടെ ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക വിജയത്തിന് വേണ്ടി ശ്രമിക്കപ്പെട്ടവയാണ്. നമ്മുടെ നിത്യജീവിതവുമായി അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായും അടിസ്ഥാനപരമായും നോക്കേണ്ടത്. നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമായ മനുഷ്യന്റെ വിജയഗാഥയാണ്. ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദേശ യൂണിവേഴ്സിറ്റികളിലും ഭഗവത്ഗീത മാനേജ്മെന്റ് കോഴ്സുകളുടെ കരിക്കുലത്തിൽപ്പെടുത്തിയിരിക്കും. ഒരു വലിയ മോട്ടിവേഷണൽ ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഗീതോപദേശം നടക്കുകയാണ്. യുദ്ധത്തിന്റെ ആദ്യത്തെ ദിവസം പാണ്ഡവപക്ഷത്തിന്റെ പ്രതീക്ഷയുടെ നക്ഷത്രമായ അർജുനൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന രഥത്തിൽ ശത്രു സൈന്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു നിമിഷം അസ്തപ്രജ്ഞനാവുകയാണ്. ഇതികർത്തവ്യത മൂഢനാവുകയാണ്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത് ഈ ഇതികർത്തവ്യത മൂഢതയാണ്. ഈ ഇതികർത്തവ്യത മൂഢത ഇന്ന് നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ പുതിയ യുവത്വത്തിനും സാധാരണ മനുഷ്യനുമെല്ലാം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അർജുനന്റെ ആ വിഷാദയോഗം. കാരണം അദ്ദേഹം നോക്കുമ്പോൾ എതിർച്ചേരി നിൽക്കുന്നത് ഗുരുക്കന്മാരാണ്, പിതാമഹന്മാരാണ്, സഹോദരന്മാരാണ്, എല്ലാം ഹൃദയബന്ധുക്കളാണ്. അവർക്ക് നേരെ ആയുധമെടുത്ത് യുദ്ധസന്നദ്ധനായി മുന്നോട്ട് പോകുവാൻ എന്തുകൊണ്ടോ അർജുനന് സാധിക്കുന്നില്ല. അദ്ദേഹം ആ യുദ്ധഭൂമിയിൽ തൻ്റെ രഥത്തിൽ നിഷ്ക്രിയനായി, നിരായുധനായി, നിസ്സംഗനായി മാറുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഗ്രന്ഥമാണ്, കൃതിയാണ്, ഉപദേശ സംഹിതയാണ് ഭഗവത്ഗീത. ഈ ഒരു അവസ്ഥ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഉണ്ടാവും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓഫീസിൽ പോകുന്ന കാലത്ത് ഒരു സംഭവം പത്രത്തിൽ അന്ന് രാവിലെ കണ്ടിരുന്നു. വാർത്ത ഇതാണ്, ഒരു ബോക്സ് ന്യൂസാണ്. ഒരു നഗരപ്രാന്തത്തിലുള്ള ഒരു പ്രദേശത്ത് ട്രെയിൻ ഇങ്ങനെ പാളത്തിലൂടെ പോകുമ്പോൾ ഒരു നദിയുടെ പുറത്തുകൂടി പാളം മാത്രമായി പോകുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിനേക്കാളും മുമ്പാണ്. അപ്പൊ ആ ഭാഗത്തുള്ള ഒരു അച്ഛനും അമ്മയും കുഞ്ഞും മകളും സെക്കൻഡ് ഷോ ഒന്നും കണ്ടിട്ട് രാത്രി അവരുടെ വീട്ടിലേക്ക് ആ പാളത്തിലൂടെ നടന്നു പോവുകയാണ്, നദിയുടെ പുറത്തുകൂടി. ആ സമയത്ത് ട്രെയിൻ വരേണ്ട കാര്യമില്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ ട്രെയിൻ ദൂരെ നിന്ന് വരുന്നു. ട്രെയിനിന്റെ വെളിച്ചം കാണാം, അതിന്റെ ശബ്ദം കേൾക്കാം. ഇവർ ആ പാളത്തിന്റെ നടുക്കെത്തി. ഭാര്യയും കുഞ്ഞുമുണ്ട്. അയാളാണ് മുന്നിൽ നിൽക്കുന്നത്. ട്രെയിൻ അടുത്ത് വരികയാണ്. നിമിഷാർത്ഥത്തിൽ വളരെ മുമ്പേക്ക് വരികയാണ്. അയാൾ എന്ത് ചെയ്യുമെന്നോ, അയാൾ ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് വിധിക്ക് വിധേയനായി കണ്ണുകൾ അടച്ചു നിന്നു. ട്രെയിൻ കടന്നുപോയി. ട്രെയിൻ കടന്നുപോയപ്പോൾ ചതഞ്ഞകഞ്ഞ 3 ശവശരീരങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ആ ട്രെയിൻ കടന്നുപോയി. ഈ വാർത്ത പത്രത്തിലുണ്ടായി. പിറ്റേ ദിവസം ഓഫീസിൽ വലിയ ചർച്ച നടക്കുന്നു. എന്താണ് ചർച്ച? ഈ വാർത്തയെക്കുറിച്ചാണ്. ഇയാൾ എന്തൊരു വിഡ്ഢിയാണ്, ഇയാൾക്ക് ഇവരെ 3 പേരെയും കൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയാൽ പോലെയായിരുന്നോ? മരിക്കത്തില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവരെ 2 പേരെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ട് അയാൾക്ക് തിരിച്ചോടാമായിരുന്നല്ലോ. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കുക, ആ നിമിഷത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ നിമിഷത്തിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അയാൾ ഇതികർത്തവ്യത മൂഢനായിപ്പോയി. എന്താണ് ഇതികർത്തവ്യത മൂഢത എന്ന് പറയുന്നത്? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത്
ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഇതികർത്തവ്യത മൂഢത എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പാണ്ഡവരുടെ മുഴുവൻ വിശ്വാസവും പ്രതീക്ഷയും ആശ്വാസവും അർജുനനിലാണ്. അർജുനൻ വില്ലാളവീരനാണ്, സവ്യസാഖിയാണ്. ഇതുകൊണ്ടാണ് സവ്യസാഖി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 2 കൈകൾ കൊണ്ട് യഥേഷ്ടം അമ്പുകൾ തൊടുക്കാൻ അറിയാം. അത്രയും വീരനായ അർജുനൻ തൻ്റെ മുമ്പിലിരിക്കുന്ന ആക്രമണോത്സുകരായി നിൽക്കുന്ന സൈന്യത്തെ കണ്ടിട്ട്, അതിലെ രക്തബന്ധങ്ങൾ കണ്ടിട്ട്, അതിലെ വൈകാരിക മുഹൂർത്തങ്ങളും വൈകാരിക തീക്ഷ്ണതകളും ആലോചിച്ചിട്ട് നിർവീര്യനാവുകയാണ്. ഈ നിർവീര്യത്വം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ നിത്യജീവിതവുമായി ഇതിനെ ഇണക്കേണ്ടത്. പക്ഷേ ഭഗവത്ഗീത എന്ന് പറയുന്നത്, കൃഷ്ണന്റെ ഈ ഗീതോപദേശം എന്ന് പറയുന്നത് എക്കാലത്തെയും മനുഷ്യനെ, ഏത് കാലത്തെയും മനുഷ്യനെ, ഏത് രാജ്യത്തെയും മനുഷ്യനെ ഇതുപോലെയുള്ള നിസ്സംഗത നിർഭരമായ സന്ദർഭങ്ങളിൽ ഉത്തേജിതനാക്കുവാൻ പോകുന്നത്. അതാണ് ഭഗവത്ഗീതയുടെ സർവകാല പ്രസക്തി, സർവലോക പ്രസക്തി. ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ലതുപോലെ മഴ പെയ്യുന്ന ഒരു ദിവസം സെക്രട്ടേറിയറ്റിന്റെ നമ്മുടെ YMCയുടെ സൈഡിലുള്ള ഗേറ്റിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് നല്ലപോലെ മഴ പെയ്യുന്നു. എനിക്ക് പെട്ടെന്ന് ചിത്രാഞ്ജലിയിൽ പോകണം. ചിത്രാഞ്ജലിയിൽ ഫോൺ വന്നു, അവിടെ വരെ ഒന്ന് പോകണം, ഒരു കലാപരമായ ആവശ്യത്തിന്. ഞാൻ ചെല്ലുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. ആ കണ്ട ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ പറഞ്ഞു ചിത്രാഞ്ജലി വരെ പോകണം. അയാൾ ഓട്ടോ എടുത്തു, സ്പീഡിൽ വണ്ടി പോകുന്നു, വെള്ളം ഇങ്ങനെ പൊങ്ങുകയാണ്. ചുറ്റും പോകുന്ന വാഹനങ്ങളിലെല്ലാം ഇയാളുടെ വണ്ടിയുടെ വേഗത കൊണ്ട് വെള്ളം തെറിക്കുന്നുണ്ട്. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അയാൾ പോകുന്നു. അയാളുടെ വേഗത കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും വേഗത ആവശ്യമുണ്ടോ? അത് ഈ മഴയ സമയത്ത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു അംബാസഡർ കാറിനെ ഓവർടേക്ക് ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറെ 1-2 ഓട്ടോറിക്ഷകളെ ഓവർടേക്ക് ചെയ്തു. ഞാൻ അയാളോട് തോളിൽ തട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. പറയാൻ തുടങ്ങി, ഹലോ ചിത്രാഞ്ജലിയിലാണ് പോകണമെന്ന് പറഞ്ഞാൽ, മെഡിക്കൽ കോളേജിലില്ല, ഹലോ എന്ന് പറയണമെന്ന് തോന്നിയപ്പോൾ അയാൾ പാടുന്നു. അയാൾ വേറൊരു ലഹരിയിലാണ്, ഏതോ ഒരു പാട്ട്, പഴയ ഒരു ഹിറ്റ് പാട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാട്ട് തടസ്സപ്പെടുത്തേണ്ടത്, പാട്ട് കൊള്ളാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ലോറി ഓവർടേക്ക് ചെയ്തു. അടുത്തൊരു ബസ്സിന്റെ മുറുകെ പിടിച്ചപ്പോൾ ഞാൻ അയാളെ തട്ടി. അയാൾ കേൾക്കുന്നില്ല. ഞാനും നീയും നമ്മുടെ പ്രേമവും കൈമാറാത്ത രഹസ്യമുണ്ടോ എന്നൊക്കെയാണ് പാടുന്നത്. ഞാൻ പിൻവാങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞ് അയാളുടെ മണപ്പാട് കഴിഞ്ഞപ്പോൾ ഇയാളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ പോയി. ആ വണ്ടി റൈറ്റിലോട്ട് പിടിച്ചു, ഇയാൾ റൈറ്റിലോട്ട് പിടിച്ചു, ഇയാൾ വെളിയിലോട്ട് ചാടി, ഞാനും വണ്ടി മറിഞ്ഞു. ഞാൻ വണ്ടിക്കകത്താണ്. വണ്ടിയിലെ ഇങ്ങനെ ഒരു കമ്പി ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഒരു കമ്പി ഉണ്ട്. കമ്പി നെഞ്ചിൽ തന്നെ ഇടിച്ച് ഞങ്ങൾ 2 പേരും കൂടെ, വണ്ടി ഞാനും കൂടെ മറിഞ്ഞങ്ങനെ കിടക്കുകയാണ്. ഇവനറിഞ്ഞ് ഓടി. അവിടെ നിന്ന് നല്ലവരായ ആളുകൾ അവനെ തട്ടി വിളിച്ച് കൊണ്ടുവന്നു. വണ്ടി ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും മറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മറിഞ്ഞവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കാതിരിക്കട്ടെ. ഈ ഓട്ടോറിക്ഷയിൽ മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കേണ്ട കാര്യമില്ല. വണ്ടി നിവർത്തുമ്പോൾ നമ്മൾ വെളിയിലായിരിക്കും. 2 പാത്രമാവും. പക്ഷെ ഞാൻ വെളിയിലായെങ്കിലും എനിക്ക് ഈ ഭാഗമൊന്നും എടുക്കാൻ വയ്യ, ശ്വാസം നേരെ പോകുന്നില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞ് വിചാരിച്ച് ആശുപത്രി കൊണ്ടുവന്നു. അയാൾ മുട്ടത്തറ ഭാഗത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറോ ആരോ അതൊന്ന് നോക്കി എന്നെ കണ്ടപ്പോൾ തന്നെ വേറെ കൊണ്ടുപോകാൻ പറഞ്ഞു. PRC കൊണ്ടുപോയി. PRCയിൽ തന്നെ വെള്ളം പൊങ്ങുന്നു. തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ വെള്ളം പൊങ്ങുന്നു. PRCയിൽ അവരിരുത്തിയിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നു. വേറെ ആർക്കോ കൊടുക്കാനായിട്ട് ആരോ വാങ്ങിച്ചു കൊടുത്ത ഇഞ്ചക്ഷൻ എനിക്ക് തന്നു. എന്നിട്ട് അവരോട് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചവർ അതിലേ പോകുന്നു. അപ്പം ഇഞ്ചക്ഷൻ വാങ്ങിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇവിടെ എക്സ്റേ എടുക്കാനോ ഒന്നും നിവൃത്തിയില്ല, തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു, കറണ്ട് പോയിരിക്കുന്നു, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവുക. മെഡിക്കൽ കോളേജിൽ ചെന്നു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തവരെല്ലാം നിൽക്കുകയാണ് അതിൻ്റെ ഇത് വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെയല്ല, എനിക്ക് നല്ല തടിയുള്ള കാലം. എക്സ്റേ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇടി കാരണം ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ വഴിയെ പോകുന്നവരൊക്കെ ചോദിക്കുന്നത് ആരാ നിൽക്കുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, പുള്ളി ഇടി കൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെ ഇടി കൊള്ളാതിരിക്കും, ഇതല്ലേ നിൽപ്പ്. അപ്പോൾ
എനിക്ക് ശേഷം എക്സ്റേ എടുക്കന്മാരുടെ എല്ലാ എക്സ്റേ കിട്ടി, എൻ്റെ എക്സ്റേ കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എക്സ്റേ പതിഞ്ഞില്ല. വീണ്ടും അവർക്ക് കിട്ടി. ആ എക്സ്റേ വൃക്ഷത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്തെന്ന് എക്സ്റേ കിട്ടി. അവൻ തന്നെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വെള്ളത്തിലോട് ആറ്റുകയാണ്. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം എനിക്ക് വീട്ടിൽ പോകണം, അമ്മ അറിയാൻ. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അയാളോട് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ അയാളോട് പറയണ്ടായിരുന്നോ? ഹലോ സുഹൃത്തെ, വണ്ടി നിർത്തും, വണ്ടി നിർത്താൻ, ഇവിടെ നിർത്തും, എത്രയായി? വേറെ വണ്ടിയില്ലേ ചോദിച്ചു. ഞാനത് ചെയ്തില്ല. വിധി കർത്തവ്യ. ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. നോക്കണം, യുദ്ധരംഗത്ത് ആദ്യ ദിവസം തന്നെ അർജുനൻ നിർവീര്യനാകുന്നു എന്ന് പറഞ്ഞാൽ ആ യുദ്ധം നടക്കുമോ? മഹാഭാരത യുദ്ധം നടക്കുമോ? ശ്രീകൃഷ്ണൻ എത്രമാത്രം ചിന്തോദ്ദീപകങ്ങളായ അദ്ദേഹത്തെ ഉത്ബോധനം ചെയ്യുന്ന വളരെ പ്രസക്തമായ, വളരെ വളരെ സൈദ്ധാന്തികമായ ഉപദേശങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൽ വീര്യം പമ്പ് ചെയ്യുക. എന്തുകൊണ്ടാണ് അർജുനൻ നിർവീര്യനായത്? ധർമ്മചിന്ത കൊണ്ടാണ്, ധർമ്മബോധം കൊണ്ടാണ്. ധർമ്മബോധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്റെ ഗുരു, തന്നെ പഠിപ്പിച്ച ദ്രോണാചാര്യനപ്പുറത്ത് നിൽക്കുന്നു. ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇഷ്ട ശിഷ്യനായിരുന്നു. ഏകലവ്യൻ വന്നിട്ട് എടുത്തില്ല. പിന്നെ ഏകലവ്യൻ സ്വന്തമായിട്ട് പോയാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് ആ ഏകലവ്യന്റെ വിരല് മുറിച്ച് വാങ്ങിച്ചു ഈ ഒരു ശിഷ്യനെ കരുതിയാണ്. ആ വിധത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അഭിമാനമായിരുന്ന ശിഷ്യനാണ് അർജുനൻ. അർജുനൻ കാണുന്നുണ്ട് ദ്രോണാചാര്യനപ്പുറത്ത് നിൽക്കുന്നത്, ഭീഷ്മപിതാമഹൻ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇതെല്ലാം കാണുന്നതുകൊണ്ട് അർജുനൻ നിർവീര്യനായിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഈ രാജ്യം വേണ്ട, കൈവന്നടേണ്ട നൃപന്റെ കിരീടവും ആവശ്യമില്ല എനിക്ക് ഇന്നു സാമ്രാജ്യവും, ഊരിയ വാളിൽ ഊടാക്കിയ നിപുക്കള പാരിടമയോ പിടിച്ചടക്കില്ല ഞാൻ, ശോണാക്ഷരങ്ങളിൽ അരുവിക്ഷോണിയിൽ വർണ്ണിച്ചെഴുതേണ്ട എൻ കഥ എന്ന് പറഞ്ഞത് അർജുനല്ല. അർജുനങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥ രാജകുമാരനാണ്. സിദ്ധാർത്ഥ രാജകുമാരനെ അറിയാമല്ലോ. സിദ്ധാർത്ഥ രാജകുമാരൻ ജനിച്ചപ്പോൾ തന്നെ ആകെ വശപ്പശകായിരുന്നു. ശുദ്ധോധന മഹാരാജാവ് ഈ ജന്മം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അവിടുത്തെ ഏറ്റവും നല്ല ജ്യോതിഷികന്മാരെ വിളിച്ച് ജാതകം എഴുതാൻ പറഞ്ഞു. ജ്യോതിഷി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ജാതകം എഴുതി കൊണ്ട് വെച്ച് തോടി കളഞ്ഞു. എടുത്ത് നോക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്നു, ഈ കുഞ്ഞ് 17ാമത്തെ വയസ്സിൽ ലോകക്ഷത്രാധിപതിയാവും, അല്ലെങ്കിൽ ഭിക്ഷാന്തേഹിയാവും. ഭിക്ഷാന്തേഹി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം യാചകനായിട്ട് പോകുന്നതാണ്. വേറെയും മലയാളമുണ്ട്. അപ്പോൾ രാജാവിൻ്റെ കേസാവുന്നത് കൊണ്ടാണ് ഭിക്ഷാന്തേഹിയാവും എന്ന് പറഞ്ഞത്. രാജാവിന് ക്ഷയം വന്നാൽ പറയുന്നത് രാജേഷ് മാവ് എന്നാണ്. ഒരു വലിയ അന്തസ്സാണ് രാജേഷ് മാവ് എന്നാണ്. അപ്പോൾ കുഞ്ഞ് വളരുന്നു, സിദ്ധാർത്ഥ രാജകുമാരൻ വളരുന്നു. 16 വയസ്സാവുന്നു. 16 വയസ്സിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ഒരേ ചിന്ത. ഒരു ദിവസം രാത്രി ഇവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നന്ദൻ എന്ന് പറയുന്ന ആ അവിടുത്തെ രഥം നയിക്കുന്ന ആളിനെ വിളിച്ച് അയാളുടെ രഥത്തിക്ക് നഗരത്തിലൂടെ ഈ കൊട്ടാരത്തിൻ്റെ വളപ്പുകൾക്ക് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പലതും കാണുന്നു. ഒരു ശവശരീരം കാണുന്നു, കൊണ്ടുവരുന്ന ഒരു ജഡം. അതുപോലെ കുഷ്ഠരോഗികളെ കാണുന്നു, പല ആളുകളെ കാണുന്നു. കാരണം ഈ കുഞ്ഞിനെ വെളിയിൽ വിടാതെ ഈ കൊട്ടാരത്തിൻ്റെ ഐതിഹ്യ വസ്തുത ഭോഗങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് നിർത്തി അങ്ങനെ വളർത്തുകയാണ്. അയാൾക്കൊന്നും അറിയില്ല. ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളെക്കുറിച്ച് അറിയില്ല, ആളുകളുടെ വിഷമങ്ങളെക്കുറിച്ച് അറിയില്ല, രോഗദുരിതങ്ങളെക്കുറിച്ച് അറിയില്ല. അത് അയാൾക്കും തോന്നിയിട്ട് അതൊരു അസ്വാഭാവികത തോന്നിയിട്ടാണ് രാത്രി പുറത്തുപോയി. അങ്ങനെ തിരിച്ചു വന്ന ഒരേ ചിന്ത, നേരത്തെ ഉള്ളതിനേക്കാൾ ഡബിൾ ചിന്ത. ഇത് ശുദ്ധോധന മഹാരാജാവ് കണ്ടിട്ട് അടിയന്തര ക്യാബിനറ്റ് വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, മോൻ ഇങ്ങനെയാണ്, അടുത്ത രാജ്യാവകാശിയാണ്, അവനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഛത്രാധിപതിയാവും എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, അവനൊരു അമ്പ് വിടാൻ പോലും അറിഞ്ഞുകൂടാ, അവനിങ്ങനെ ചിന്തിച്ചിരിക്കുക, മറ്റൊന്ന് നടക്കുമെന്ന് തോന്നുന്നു, ഭിക്ഷാന്തേഹി നടക്കുമെന്ന് തോന്നുന്നു, ഇപ്പം എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ മന്ത്രിമാരും മിടുക്കന്മാരാണ്, ഇന്നത്തെ മന്ത്രിമാരെക്കാളും മിടുക്കന്മാരാണ്. അവർ പറഞ്ഞു, ഒരു വഴിയെ കാണുന്നുള്ളൂ, ചൊന്നാൽ മഹിമതേ പുത്രന് ചിന്തയിൽ തോന്നും ചെറിയൊരു വൈരാഗ്യ വൃത്തികൾ തീർന്നു പോവും. എങ്ങനെയാണെങ്കിൽ
സ്ത്രീകളിൽ പ്രേമമുദിക്കുകയും മിടുക്കന്മാർ മന്ത്രിമാരാണ്. അവർക്കതിൻ്റെ മരുന്ന് മനസ്സിലായി. എണ്ണമൊന്നില്ലാത്ത വത്സരന്റെ ചിത്തമാം ഉണ്ണി മത്സ്യത്തെ ഒരായാസമെന്നിയെ പെണ്ണുങ്ങൾ തൻ മെനത്തേലും കടമഴി കണ്ണികൾ വീശിപ്പിടിക്കും അറിഞ്ഞു. രാജാവിനെ മിഴിച്ചിരിക്കുകയാണ്. ഇവന്മാർ എന്താ പറയുന്നത്? പിച്ചള ചങ്ങല കൊണ്ടൊരാൾ പൂട്ടാത്ത മെച്ചമേറും മനമാം മതയാനയെ പിച്ചയായി പൂങ്കുഴൽ നാലുകൊണ്ട് ഇങ്ങൊരു കൊച്ചു കരിമുകിൽ വേടിയാൾ കെട്ടുമേ. അതിനിപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു രാജാവ്. സുന്ദരിമാരായ സ്ത്രീകളെ അദ്ദേഹവുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. അങ്ങനെ സുന്ദരിമാരെ റിക്രൂട്ട് ചെയ്തു. സാരംഗനേത്രമാർ, സന്മൃദുദാത്രിമാർ, മന്മഥരാജ്യ മനോഹര ദൂതിമാർ, അമൃതവാണിമാർ, അമ്മുകിൽ വേണിമാർ, നിന്ന തിരുവടി ചെമ്മയെ ഉറങ്ങവേ. ഇവരെല്ലാം കൂടെ നിൽക്കുമ്പോഴും തിരുവടി ഉറക്കമാണ്. ചെമ്മയെ ഉറങ്ങവേ മന്ദമായി രാജ്യയുടെ മന്ദമായി വീശി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ രാത്രി സിദ്ധാർത്ഥ രാജകുമാരൻ ആ തീരുമാനമെടുത്തത്. കൈവന്നിടേണ്ട നൃപന്റെ കിരീടവും ആവശ്യമില്ലെനിക്കിന്നു സാമ്രാജ്യവും ഊരിയ വാളിനൂണാക്കി രിപുക്കള പാലിടമയ്യോ പിടിച്ചടക്കില്ല ഞാൻ. ശോണിത ശോണാക്ഷരങ്ങളിൽ അരുവിക്ഷോണിയിൽ വർണ്ണിച്ചെഴുതേണ്ട എൻ കഥ. അതിനെയാണ് ഇവിടെ അർജുനന്റെ അവസ്ഥ. അപ്പൊ ഈ മഹാഭാരതം നൽകുന്ന പാഠം എന്താ? മഹാഭാരതം നൽകുന്ന പാഠം ഒരു യുദ്ധവും സമാധാനപൂർവം അവസാനിക്കുന്നില്ല. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല. ആരും അവശേഷിക്കുന്നവരാരും സന്തുഷ്ടരല്ല. ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, നിരാശയുടെ, നഷ്ടബോധത്തിൻ്റെ കയങ്ങളിലാണവർ. ഇവിടെയും വളരെ കുറച്ചു പേരാണ് ശേഷിച്ചത്. കൃപാചാര്യർ ശേഷിച്ചു, ഭീഷ്മർ ശേഷിച്ചു എന്ന് സാങ്കേതികമായിട്ട് പറയാം. കാരണം ഭീഷ്മർ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാണ് സ്വച്ഛന്ത ഭക്തിവായതുകൊണ്ട് മരണമടഞ്ഞത്. അപ്പോൾ മഹാഭാരതം നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഠമാക്കേണ്ടതാണ്. എല്ലാ യുദ്ധങ്ങളും അധികാരത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതാണ്. മഹാഭാരത യുദ്ധം അധികാരത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, ഹസ്തിനപുരിയിലെ അധികാരത്തിന് വേണ്ടി ഉള്ളതാണ്, നടന്നതാണ്. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കാരണം ദ്രൗപദിയാണ്. ദ്രൗപദി ദുര്യോധനൻ സ്ഥല ജല ഭ്രമത്തിൽ പെടുമല്ലോ. ഇവരുടെ മയം നിർമ്മിച്ച കൊട്ടാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വെള്ളമെന്ന് തോന്നി അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ പോക്കുമ്പോൾ അവിടെ വെള്ളമില്ല. സമതലമാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ വീഴുന്നു. അങ്ങനെ ആകെ അദ്ദേഹം ഒരു വശപ്രശകായ നിമിഷത്തിൽ വളനിൽക്കം പോലെ പൊട്ടിച്ചിരിക്കുകയാണ് ദ്രൗപദിയുടെ ആ ചിരി കേട്ടപ്പോഴേ ദുര്യോധനൻ യുദ്ധം ഫിക്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം അന്ന് തന്നെ പോയി കുരുക്ഷേത്രം 1 മാസത്തേക്ക് ബുക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന് യുദ്ധം ഉറപ്പിച്ചു. തന്നെയുമല്ല, ദ്രൗപദിക്ക് വലിയൊരു റോളുണ്ട് ഈ യുദ്ധത്തിൽ. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് മുടിക്കെട്ട് അഴിച്ചിട്ടിട്ട്, ദ്രൗപദിയുടെ മുടിക്കെട്ടെന്ന് പറഞ്ഞാൽ അഴിച്ചിട്ടാൽ അത് വലിയ കെട്ടഴിഞ്ഞ് അങ്ങനെ പോകുന്ന മുടിക്കെട്ടാണ്. ആ മുടിക്കെട്ട് അഴിച്ചിട്ടിട്ട് ദ്രൗപദി പറഞ്ഞു, ഇനി ഇത് കെട്ടില്ല. യുധിഷ്ഠിരനോടാണ് പറഞ്ഞത്. യുധിഷ്ഠിരൻ നിരപരാധിയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത യുധിഷ്ഠിരനോട് പറഞ്ഞു, ഈ മുടി ഇനി കെട്ടണമെങ്കിൽ ഇയാളുടെ ഹൃദയരക്തം കൊണ്ട് ആ മുടി കഴുകണം, പരിശുദ്ധമാക്കണം ഹൃദയരക്തം കൊണ്ട്, എന്നിട്ടേ കെട്ടുള്ളൂ. യുദ്ധം വീണ്ടും ഫിക്സ് ചെയ്തു. അങ്ങനെ ഈ യുദ്ധങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ, ലോകത്തെ എല്ലാ യുദ്ധങ്ങളും, ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്ന ട്രോജൻ യുദ്ധം, ആ യുദ്ധം ഹെലന് വേണ്ടിയായിരുന്നു. ട്രോയിലെ സുന്ദരിയായ, വിശ്വസുന്ദരിയായ, ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും സുന്ദരിയായ ഹെലനെ ഓമർ വർണ്ണിക്കുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടാണ്. നമ്മുടെ കവികളൊക്കെ ഒരുപാട് വരികളെടുത്ത്, ഖണ്ഡികകളെടുത്ത്, അല്ലേ, ഒരുപാട് ശ്ലോകങ്ങൾ കൊണ്ടൊക്കെയാണ് വർണ്ണിക്കുന്നത്. എന്തെല്ലാം കാളിദാസൻ തന്നെ പാർവതിയെ വർണ്ണിക്കുന്നതും ഒക്കെ ഒരുപാട് ശ്ലോകങ്ങളാണ്. മധ്യഭംഗിയും ചെറുത് ചായവും എന്നൊക്കെ ആശാങ്കനെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ യശോധരെ, നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരൻ വിവാഹം കഴിച്ച യശോധരയെ ആശാൻ വർണ്ണിക്കുന്നത് ചർവാംഗിതൻ നടപ്പിൽ പ്രൗഢിയാൽ സ്വയം പാർവതി താൻ അവളെന്ന് തോന്നിയിടുമേ.
ക്രീഡയാൽ കാമിച്ചിണയ നോക്കുന്ന മാൻപേടയ്ക്ക് ഇവൾക്കും മിഴിയഴ കൊന്നുതാൻ. ക്രീഡയാൽ കാമിച്ച് ഇണയ നോക്കുന്ന മാൻപേടയ്ക്ക് ഇവൾക്കും മിഴിയഴ കൊന്നുതാൻ എന്നാണ് അശ്വൻ പറയുന്നത്. ഇതേ മോശമാണ് തിരുനെല്ലൂർ കർണാടകൻ. എരിയും അഗ്നിയെ പൂനിലാവാക്കിയാൽ, എരിയും അഗ്നിയെ പൂനിലാവാക്കിയാൽ അതിന് തുല്യമാം നെയ്യിന്റെ കാന്തിയും കരളിലോരു വികാരങ്ങൾ തൻ കലവി തുള്ളി കളിക്കുന്ന കൺകളും ലഹരിയാൽ സ്വയം വിസ്മരിപ്പോളവും നുകരുവെന്നോതും ഓവൽ ചൊടികളും ഗതിവിലാസത്തെ നൃത്തമായി മാറ്റിയിടും മതഭരാലസ പാദവിന്യാസവും ആ മട്ടിലാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. പക്ഷേ ഹോമർ ഈ ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും സുന്ദരിയെ വർണ്ണിക്കുന്ന ഒറ്റ വാചകത്തിലാണ്. അതിങ്ങനെയാണ്: 10,000 പടക്കപ്പലുകളെ സമുദ്രത്തിൽ ഇറക്കിയ മുഖം. 10,000 പടക്കപ്പലുകളെ സമുദ്രത്തിൽ ഇറക്കിയ മുഖം. കടലിന് വേണ്ടിയായിരുന്നു യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിലുള്ള ഏറ്റവും വലിയ യുദ്ധങ്ങൾ സംഭവിച്ചത് സ്വത്തിന് വേണ്ടി, അതുപോലെ എന്തിനു വേണ്ടിയാണ്? സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസംഗത്തിൽ പറയും, there is no enemy outside. There is no enemy outside. Enemies are inside. നമ്മുടെ ശത്രുക്കൾ പുറത്തല്ല, നമ്മുടെ ശത്രുക്കൾ അകത്താണ്. ആരൊക്കെയാണ് ആ ശത്രുക്കൾ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ശത്രുക്കൾ ആരൊക്കെയാണ്? ഒന്ന് ആങ്കർ, ദേഷ്യം. മറ്റൊന്ന് ഗ്രീഡ്, അത്യാഗ്രഹം. 3 പ്രൈഡ്, അഭിമാനം മൂത്ത് ദുരഭിമാനം. 4 ഹേട്രഡ്, പക. ആങ്കർ, ദേഷ്യം നമ്മൾ പറയില്ല, അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ്, മുൻദേഷ്യക്കാരനാണ്, മുൻകോപിയാണ്. പണ്ടൊരു പട്ടാളക്കാരൻ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? പട്ടാളക്കാരൻ മരിച്ചെന്ന് പറഞ്ഞ് നായിക വേറെ വിവാഹമൊക്കെ കഴിയുമ്പോഴാണ് പട്ടാളക്കാരൻ തിരിച്ചു വരുന്നത്. ഒരു കാല് ഏന്തിയൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ സിനിമ? പക്ഷേ ഈ പട്ടാളക്കാരൻ യുദ്ധത്തിൽ എന്തോ വിട്ട് കുറേ കാലത്തിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. നല്ലപോലെ മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, വീടറിയായിരുന്നു. കറക്റ്റായിട്ട് വന്ന് ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഭാര്യയോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം തോക്കണ്ടല്ലോ, പുള്ളി ലോഡഡായിട്ട് തോക്കണ്ടായിരുന്നു. അപ്പം തന്നെ വെടിവെച്ചു. രണ്ടുപേരും വെടിവെച്ചു. ഒടുവിലാണ് അറിയുന്നത് അവൻ മകനായിരുന്നു. വീണ്ടും വിചാരമില്ലാതെ, മുൻകോപം കൊണ്ട്. ആങ്കർ, നമ്മുടെ ദുര്യോധനന് ഈ യുദ്ധമെല്ലാം ഉണ്ടാക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ദേഷ്യമാണ്, മുൻദേഷ്യം, ആങ്കർ. പിന്നെ അത്യാഗ്രഹം, ഗ്രീഡ്. അത്യാഗ്രഹം മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ 4 ഗ്രേറ്റ് ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ അതിൽപ്പെടുന്ന മാക്ബത്ത് എന്ന നാടകത്തിൽ നിന്ന് പഠിച്ചിരിക്കും. മാക്ബത്ത് എന്ന നാടകത്തിൽ ലേഡി മാക്ബത്ത് എന്ന കഥാപാത്രം, ലേഡി മാക്ബത്താണ് ഈ മാക്ബത്തിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. മാക്ബത്ത് നല്ലൊരു ഭടനായിരുന്നു, ഒരു സർവസൈന്യാധിപനായിരുന്നു, ബാങ്കുവെ പോലെ. രണ്ടുപേരും യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ കാട്ടിൽ വെച്ച് അവർ വരുന്ന ആ വിജനമായ സ്ഥലത്ത് വെച്ച് 3 ദുർമന്ത്രവാദിനികളെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം. അവരദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലെ രാജാവാകുമെന്നാണ് പിൽക്കാലത്ത്. അപ്പോൾ തന്നെ അദ്ദേഹം ഭാര്യയെ കത്തും മുഖാന്തരം അറിയിച്ചു. ഭാര്യ അന്ന് ഈ ഫോൺ ചെയ്ത് അപ്പോഴെപ്പോഴും വിളിച്ച് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രത്യേക ദൂതനെ വിളിച്ച് ഭാര്യയെ അപ്പം തന്നെ അറിയിച്ചു. ഭാര്യ അപ്പം തന്നെ അതിനുള്ള ആ മറ്റൊരു വിചാരത്തിലായി. ഇദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തോട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങുവാൻ വരികയാണ് ഡങ്കൻ. ആ രാത്രിയിൽ മാക്ബത്തിന്റെ വീട്ടിൽ അന്തി ഉറങ്ങുമ്പോൾ, ഉറങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശയ്യാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ ലേഡി മാക്ബത്തിനെ വിളിച്ചിട്ട് പറയും, ഞാൻ എല്ലാവർക്കും മദ്യം കൊടുത്തു കഴിഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മദ്യം കൊടുത്തു, മദ്യത്തിൽ മയക്കുമരുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആരും ഉണർന്നു വരാൻ പോകുന്നില്ല, ഡങ്കനെ പോയി കൊല്ലുക എന്നാണ് പറയുന്നത്. ലേഡി മാക്ബത്ത് പറഞ്ഞതനുസരിച്ച് മാക്ബത്ത് ആദ്യം അറച്ചുപോയെങ്കിൽ മാക്ബത്തിൽ ചെന്ന്
ഡങ്കനെ വധിക്കുകയാണ്. രാജാവാവുകയാണ്. ഡങ്കനെ വധിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന, പടവുകൾ ഇറങ്ങി വരുന്ന മേക്ബത്ത് അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്നത്, അല്ലയോ മേക്ബത്ത്, നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ ഒരിക്കലും ഉറങ്ങില്ല. കാരണം നീ കൊന്നത് ഡങ്കനെയല്ല, നിദ്രയെയാണ്. ഉറങ്ങിക്കിടന്ന ഡങ്കന്റെ നിദ്രയാണ് നീ കൊന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ചോരയുണ്ട്, രക്തപ്പാടുകളുണ്ട്. അപ്പോൾ ലേഡി മേക്ബത്ത് വളരെ ഈസി എന്ന് പറയും. മേക്ബത്ത് പറയും, ഈ ചോരപ്പാടുകൾ സമുദ്രത്തെ മുഴുവൻ ചോരമയമാക്കും, അത്രമേൽ പാപമുള്ളതാണ്. എ ലിറ്റിൽ വാട്ടർ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ എന്നാണ് ലേഡി മേക്ബത്ത് പറയുന്നത്. ആ ലേഡി മേക്ബത്ത് ഈ അത്യാഗ്രഹമെല്ലാം കാണിച്ച് രാജാവായി, രാജ്ഞിയായി മാറിയതിനു ശേഷം ആ കഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭ്രാന്തിയായി തീരുകയാണ്, ഒറ്റപ്പെടുകയാണ്, മേഘത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത്യാഗ്രഹം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു? പിന്നെയോ പ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനം, അത് അന്തസ്, അത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴേക്കും അത് പൊങ്ങച്ചമായി, പ്രതാപമായി, അഹങ്കാരമായി, അഹംഭാവമായി, ദുരഭിമാനമായി തീരും. എത്ര തവണ മഹാഭാരതത്തിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തന്നെ ദൂതുപോയതാണ്. അദ്ദേഹത്തിന്റെ പിടിവാശിയാണ്, പക. ഈ പകയാണ്. പക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അമർഷമായ ഒരു ദുഷ്ടവികാരമാണ്. വില്യം ബ്ലേക്കിന്റെ വിശുദ്ധമായ ഒരു കവിതയുണ്ട്, എ പോയിസൺ ട്രീ, വിഷവൃക്ഷം. ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാം അനുഭവമുള്ളതാണ്. നമുക്കൊരാളോട് ദേഷ്യം തോന്നും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാകാം, അയൽക്കാരനാകാം, ആരുമാകാം. അയാളോട് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നിയപ്പോൾ നമ്മൾ അടുത്ത ദിവസം ആ ദേഷ്യം പ്രകടിപ്പിച്ചു. അയാളെ കണ്ടപ്പോൾ ആ ദേഷ്യം വലിഞ്ഞു. പക്ഷേ കവി പറയുന്നു, എനിക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നി. ഞാൻ ആ ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ചു. ആ ദേഷ്യം എൻ്റെ മനസ്സിൽ വളരാൻ തുടങ്ങി. ഞാനതിന് കണ്ണുനീര് കൊണ്ട് ജലം കൊടുത്തു. ഞാനതിന് പ്രതികാര ചിന്ത കൊണ്ട് സൂര്യപ്രകാശം കൊടുത്തു. അത് വളർന്നു വളർന്നു വന്ന് അതിലൊരു ഫലമുണ്ടായപ്പോൾ ആ ഫലം, ഞാൻ ആരെയാണോ വെറുക്കുന്നത് അയാൾ വന്ന് ആ ഫലം ഭക്ഷിക്കുകയും അടുത്ത ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ അയാൾ മരിച്ചു കിടക്കുകയും ചെയ്യും. കൊലപാതകമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വിട്ടുകളയാവുന്ന, മറന്നു കളയാവുന്ന ഒരു കാര്യം ആ വിധത്തിൽ കലാശിക്കുന്നത് എന്തുകൊണ്ട്? ഈ 4 എനിമീസ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ശത്രുക്കളും ദുര്യോധനന്റെ മനസ്സിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ യുദ്ധം വേണ്ടി വന്നത്. തന്നെയുമല്ല, മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ ജീവിതത്തിൽ ഈ ശല്യന്മാരെ കൊണ്ടു നടക്കാൻ പറ്റില്ല. കർണന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ശല്യരാണ്. ശല്യരാണല്ലോ രഥത്തിൽ തേരാളിയായിട്ട് വന്നത്. അർജുനന്റെ തേരാളിയായി ശ്രീകൃഷ്ണൻ വന്നപ്പോൾ കർണന്റെ തേരാളി ആരാണ്? പിന്നെ ഏറ്റവും നല്ല തേരാളി ശല്യരാണ്. ശല്യൻ ബെറ്ററാണ്, പഴയ തേരാളിയാണ്. അപ്പൊ ശല്യൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ശരിയാവില്ല, എനിക്ക് പ്രായമൊക്കെയായി, ഞാൻ ഈ രംഗമൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ വല്ലതുമൊക്കെ പ്രാട്ടിക്കൊണ്ടിരിക്കും, പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിച്ചാൻ പേയൊക്കെ പറയും, അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിക്കുന്നതാണ് നല്ലതെന്ന് ശല്യനെ തന്നെ വിളിച്ചു. എന്താ സംഭവിച്ചത്? ശല്യൻ കർണൻ വർദ്ധിത വീര്യനായി അസ്ത്രമെടുക്കുന്ന സമയത്ത് ശല്യന് മാറിയെന്ന് പറഞ്ഞു, നീ ഇപ്പം വേഷ കൊള്ളുമെന്നാണ് തോന്നുന്നത്, ലവം പാശ്വാതാസ്ത്രം എടുക്കുകയാണ്, ഇന്ത്യയിൽ എന്തോ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനുള്ളത് വെച്ച് നോക്കിക്കൊള്ളാം, അങ്ങ് രഥം അങ്ങോട്ട് നയിക്കൂ, ഞാൻ നയിച്ചു തരാം, നീ പോയി വാങ്ങിച്ചു പിടിക്കണം. അങ്ങനെ പറഞ്ഞ് കർണന്റെ വീര്യം മുഴുവൻ, ബ്ലഡ് മുഴുവൻ താഴ്ത്തിക്കൊണ്ടുവന്നു ഈ ശല്യം. ശരിക്കും ശല്യനായിരുന്നത്. അവസാനം ആത്യന്തികമായ പരാജയത്തിന് ഹേതു ശല്യം തന്നെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടു നടക്കാറുണ്ട്. അത് നമ്മുടെ ചിലപ്പോൾ അളിയനായിരിക്കും, ചിലപ്പോൾ അനിയനായിരിക്കും, ചിലപ്പോൾ അടുത്ത സുഹൃത്തായിരിക്കും. നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ശല്യരുടെ ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്തിരിപ്പന്മാരെ നമ്മൾ ജീവിതത്തിൽ കൂടെ കൂട്ടരുത്. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആലോചിക്കും. എൻ്റെ ബിസിനസ് തുടങ്ങാം, എൻ്റെ ബിസിനസ് അളിയനെ വിളിച്ച് ആലോചിക്കാം. അളിയൻ വന്നിട്ട് എൻ്റെ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു സൂപ്പർ മാർക്കറ്റ്
സൂപ്പർ മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ജംഗ്ഷനോടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ വല്ല വിഷയമുണ്ടോ? എപ്പോൾ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അടുത്ത ആഴ്ച അളിയൻ വന്നപ്പോൾ നമ്മൾ വേറെ ആലോചിച്ചു. അളിയൻ പറഞ്ഞത് ശരിയാണ്, സൂപ്പർ മാർക്കറ്റ് ശരിയാവില്ല, ടെക്സ്റ്റൈൽ തുടങ്ങിയാലോ? ടെക്സ്റ്റൈൽ ഇപ്പോൾ തറയിലിട്ടാണ് കച്ചവടം, ഫുട്പാത്തിലാണ് കച്ചവടം. ഇയാൾ ഫുട്പാത്തിൽ പോയിരിക്കാൻ പോകുന്നു. ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരീരമാണെന്ന് ആലോചിച്ചത് എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. ധൃതരാഷ്ട്രയുടെ അന്ത്യം ഓർമ്മയില്ല. ധൃതരാഷ്ട്രയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വിതുരർ വരും, തിരിച്ചു വരും. വിതുരർ വരുമ്പോൾ കാണുന്നത് ധൃതരാഷ്ട്രർ എല്ലാം നഷ്ടപ്പെട്ട്, മക്കളെയും നഷ്ടപ്പെട്ട്, അച്ഛനമ്മമാരെയും നഷ്ടപ്പെട്ട്, അധികാരങ്ങൾ നഷ്ടപ്പെട്ട്, വന്യവയോധികനായി ഒന്നിനും കൊള്ളാതെ ഇരിക്കുന്ന ധൃതരാഷ്ട്രം. ഭീമനാണ് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നത്. ഭീമനെ കൊല്ലാനൊക്കെ എത്ര തവണ നോക്കിയതാണ്. ഭീമനെ അവരെല്ലാം കൊല്ലാൻ പ്ലാൻ ചെയ്ത ആളാണ് ധൃതരാഷ്ട്രം. അപ്പോൾ വിതുരർ ചോദിക്കും, അങ്ങക്ക് നാണമാവുന്നു, അങ്ങക്ക് ലജ്ജ തോന്നുന്നില്ലേ? അങ്ങ് എന്തിനു ജീവിച്ചിരിക്കുന്നു? ഇനി എന്തിനിങ്ങനെ മുന്നോട്ട് പോകുന്നു? എത്ര കാലം മുന്നോട്ട് പോയാലും അങ്ങ് എന്നും ഇവിടെ ജീവിച്ചിരിക്കുമോ? നമുക്ക് അപ്പോൾ ധൃതരാഷ്ട്രത്തെ ശരിയാണെന്ന് തോന്നി. ധൃതരാഷ്ട്രം ചോദിച്ചു, വിതുരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പോവാം, വാനപ്രസ്ഥത്തിന് പോവാം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കാട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും തപസ് ചെയ്തോ അല്ലാതെയോ ജീവൻ കൊടുക്കാം എന്നാണ്. ധൃതരാഷ്ട്രം തോന്നിയത് ശരിയാണെന്ന്. ധൃതരാഷ്ട്രം പോവുകയാണ് വിതുരരോടൊപ്പം. കൂടെ ഇറങ്ങി ഗാന്ധാരിക്ക് വേറെ ചോയ്സ് ഇല്ല. ഇദ്ദേഹത്തിന് കണ്ണ് കണ്ടുകൂടാ, ഗാന്ധാരിക്ക് വേറെ ചോയ്സ് ഇല്ല. അവരും കണ്ണ് കെട്ടി. ഇദ്ദേഹം വാനപ്രസ്ഥത്തിന് പോകുന്നു, ഗാന്ധാരിക്ക് വേറെ ചോയ്സ് ഇല്ല. അവരും ഇറങ്ങി. ഗാന്ധാരി ഇറങ്ങിയപ്പോൾ കുന്തിയും ഇറങ്ങി. കുന്തി ഇറങ്ങേണ്ട കാര്യമില്ല, കുന്തിയും ഇറങ്ങി. കാരണം മക്കൾ ഭരിക്കുകയാണ്, അവർ ഭരണകർത്താക്കളാണ്, അവർ വിജയികളാണ്. എന്തിന് കുന്തി പോകണം? രാജമാതാവായി കുന്തിക്ക് കഴിഞ്ഞുകൂടെ? കുന്തി പറഞ്ഞു, എല്ലാവരും തടുത്തു, അമ്മ പോണ്ട. അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം. കാരണം ഞാൻ കർണനോട് കാണിച്ചത് നീതികേടാണ്, കർണനോട് കാണിച്ചു. അതുകൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. കുന്തിയും ഇറങ്ങുകയാണ്. ഒടുവിൽ വിതുരർ സ്വാഭാവിക മരണമായിരുന്നു. വിതുരർ മറ്റു 3 പേരും കാട്ടുതീ ആശ്രമം വന്ന് ആണ് മരിച്ചത്. നോക്കണം, ആരെ എന്ത് നേടുന്നു? ആരും ഒന്നും നേടുന്നില്ല. മഹാഭാരതം നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമയത്തിൻ്റെ മൂല്യമാണ്. നമ്മൾ വളരെ ക്ഷണികമായ നൈമിഷികമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണ്. കാരണം യുധിഷ്ഠിരൻ പിന്നെ രാജാവാകുമല്ലോ. യുധിഷ്ഠിരൻ രാജാവായപ്പോൾ അദ്ദേഹം ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. യുധിഷ്ഠിരൻ ഒന്നും അറിയാതെയാണ് രാജാവായത്. യുദ്ധം ചെയ്തതൊക്കെ ഭീമനും അർജുനനും മറ്റുമൊക്കെയാണ്. യുധിഷ്ഠിരൻ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്നേ ഉള്ളൂ. ഒരു രാജാവായപ്പോൾ അദ്ദേഹത്തിന് സീനിയോറിറ്റി അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം രാജാവായി. രാജാവായപ്പോൾ അദ്ദേഹം പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നു. എളുപ്പമുള്ള കാര്യമാണല്ലോ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ. എല്ലാ ദിവസവും അദ്ദേഹം ഒരു മണി കെട്ടിട്ടു. ഒരു മണിയല്ല, 2 മണി. ഒരു മണി ദുഃഖിതർക്കുള്ളതാണ്, വേദന അനുഭവിക്കുന്നവർക്കുള്ളതാണ്, ദുരിതം അനുഭവിക്കുന്നവർക്കുള്ളതാണ്. മറ്റേ മണി സന്തോഷം അനുഭവിക്കുന്നവർക്കുള്ളതാണ്. വേദന അനുഭവിക്കുന്നവർ 1 മണി അടിക്കുക. 1 മണി അത് ഉച്ചയ്ക്ക് മുമ്പ് വേണം. കാരണം ഉച്ചയ്ക്ക് ശേഷം അത് ഊണ് കഴിച്ച പിന്നെ ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രയോഗമാണ്, എല്ലാ കാര്യത്തിനും കാര്യങ്ങളൊന്നും കൂടെ ചേർക്കും. അപ്പോൾ ഉറക്കവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് മണി അടിച്ചോളണം. ഒരു ദിവസം അദ്ദേഹത്തിന് സന്തോഷം വരുന്നവർ കൂട്ടമണി അടിക്കണം. കാരണം രാജ്യത്ത് ഒരുത്തര അനാവശ്യമായി സന്തോഷം വന്നാൽ ഭരണാധികാരി അറിയണം എങ്ങനെ സന്തോഷം ഏത് വഴിക്ക് വന്നു. ഇങ്ങനെ 2 പരിഷ്കാരമൊക്കെ ആക്കിയിട്ട് അദ്ദേഹം അങ്ങനെ ഭരിച്ചിരിക്കുകയാണ്. ഭരിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് 1-1:30 ഊണ് കഴിക്കുന്ന ആളിന് 12:30 ഒരു പതിവില്ലാത്ത ഒരു വിശപ്പ്. അദ്ദേഹം 12:45 വരെ സഹിച്ചു. 12:50 സേവകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, 1 മണി 10 മിനിറ്റ് ഉണ്ട്, എന്നാലും അവിടേക്ക് നോക്ക്, ആരെങ്കിലും സങ്കടക്കാരന്മാരാരെങ്കിലും നിൽപ്പുണ്ടോ, നിൽപ്പില്ലെന്ന് നോക്കുക. അപ്പോൾ അവർ പോയി അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ ഊണ് കഴിക്കട്ടോ? പിന്നെ ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. ഊണ് കഴിക്കാമല്ലോ, കഴിച്ചോളാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഊണ് കഴിച്ചോളാൻ പറഞ്ഞു. ഇവിടെയൊന്നും ആരുമില്ല, അതിനെ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. അവരെല്ലാം നോക്കി. അദ്ദേഹം പിന്നെ രാജകീയമായ സദ്യ വിശിഷ്ട ഭോജനം വിളമ്പി ആദ്യത്തെ ഉരുള കയ്യിലെടുത്തതും മുടിഞ്ഞുകൊണ്ട് പോകാൻ ഒരുത്തം വന്ന ഒരു മണി അടിച്ചു.
അദ്ദേഹം ഉരുള അങ്ങനെ തന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ഏതോ ഒരുത്തൻ വന്നിരിക്കുകയാണ്, ഇവിടെ എല്ലാം നോക്കിയപ്പോൾ ഇവിടെ കാണാത്തവനാണ്, മണി 1 ആയി. അപ്പോൾ അവനോട് പോയിട്ട് നാളെ 1 മണിക്ക് മുമ്പേ വരാൻ പറയും, 12 മണിക്ക് മുമ്പേ വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം റീൽസ് കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത്തെ ഉരുള എടുത്തത് കൂട്ടമണി, സന്തോഷം. അപ്പം അദ്ദേഹം പറഞ്ഞത് സമ്മതിക്കില്ല. ഉരുള ഇത് താഴെ ഇട്ടു, കൈ കഴുകി. കാരണം ഈ 1 മണി പോലെയല്ല കൂട്ടമണി. അത് സന്തോഷം വന്ന ആർക്കാണ് ഏതിലെ വന്നെന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഒരു സന്തോഷം. ഇത് കൈ കഴുകിയിട്ട് വിളിച്ച് നോക്കുമ്പോൾ ഭീമനാണ്. ഭീമൻ, കൂട്ടമണി, ഭയങ്കര ഇവിടെ കേൾക്കാം, ഭയങ്കര സൗണ്ട്. ഭീമനല്ലേ അടിക്കുന്നത്. അദ്ദേഹം വെച്ച് ഇവനെങ്ങനെ സന്തോഷം വന്നു? ഇവൻ ഈ വാസുദേവൻ നായർ പറഞ്ഞതുപോലെ 2-ാം ഊഴമായിപ്പോയി, 4-ാം ഊഴമായിപ്പോയി, 8-ാം ഊഴമായിപ്പോയി എന്ന് പറഞ്ഞ് നടന്ന് ഇവന് ഇപ്പൊ സന്തോഷം വരാൻ കാര്യം എന്താണ്? അങ്ങോട്ട് ചെന്നു, നിർത്ത്, എന്താ കൂട്ടമണി കളിച്ച് എന്താ കാര്യം? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഇല്ല, എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ചേട്ടൻ നാളെ ഉച്ചവരെ ജീവിച്ചിരിക്കുമല്ലോ എന്ന് ഉറപ്പായല്ലോ. നാളെ ഉച്ചവരെ ജീവിച്ചിരിക്കുമല്ലോ എന്ന് ഉറപ്പായല്ലോ. ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നാളെ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞത്. എന്തുറപ്പ്? എന്തെങ്കിലും ഉറപ്പുണ്ടോ? നാളെ വരെ അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഉറപ്പുണ്ടോ? അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, രാമായണത്തിൽ പറഞ്ഞത്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുലം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസമാ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന്. ഈ തവള ഇരപിടിക്കാൻ നടക്കും, വൈകിട്ടാണ് നടക്കുന്നത്. ഈവനിങ് വാക്കാണ് തവള ഇരപിടിക്കാൻ സൗകര്യമായിട്ട് തന്നിരുന്നു. തവള ഇരപിടിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തവളയുടെ നാക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ അറ്റത്താണ്, നമ്മുടെ നാക്ക് പോലെയല്ല. അപ്പോൾ ഇങ്ങനെ അറ്റത്താണ്. അതുകൊണ്ട് തവളയ്ക്ക് അത് വലിച്ച് വെളിയിൽ ഒക്കെ ഇട്ട് അവിടെ എല്ലാം കിടന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ വരവാനുള്ള ഒരു സൗകര്യമുണ്ട് തവളയ്ക്ക്. അപ്പോൾ നാക്ക് അത് എടുക്കുകയും ചെയ്യാം, പിന്നെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ തവള ഇര തേടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി. പാമ്പ്, തവളയുടെ ബയോളജിക്കൽ എനിമിയാണ് പാമ്പ്. പാമ്പിൻ്റെ ഇരയാണ് തവള. അപ്പോൾ പാമ്പ് അവിടെ നോക്കിയപ്പോൾ ഇവൻ അവിടെ വളരെ ഊർജിതമായിട്ട് ഇര പിടിക്കുന്നു, സൗകര്യമായി. പാമ്പ് പുറകെ കൂടെ അടുത്ത് ചെന്നു. തവള അറിയുന്നില്ല. തവള ഇര 1-2 കിട്ടിയെന്ന് തോന്നുന്നു, പ്രാണികളെ കിട്ടി. ആ ഒരു സ്പിരിറ്റിൽ അങ്ങനെ വീണ്ടും നീട്ടി ഇര പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തവള അടുത്ത് വന്നു, വളരെ അടുത്ത് വന്നു. ഇവനെ തൊട്ടു. ഇവൻ അല്പാകത്താക്കി. പാമ്പ് ഒക്കെ വളരെ ഫ്ലെക്സിബിളാണ്. പാമ്പ് കുറച്ചുകൂടെ വലുതാക്കി മൊത്തം അകത്താക്കി. ലവ അറിഞ്ഞിട്ടില്ല. അവൻ ഒരേ ഇരവ്. ഈ രംഗമാണ് എഴുത്തച്ഛൻ പറയുന്നത്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുലം. അങ്ങനെ ഇരിക്കുന്ന ദർദുലം തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാ ലോകവും. കാലം വന്ന് പിടിച്ചിരിക്കുന്നു നമ്മളെ തോളിൽ ആര് കൈയിട്ടു? കാലൻ തോളിൽ കൈയിട്ടു. കാലന്റെ നമുക്ക് കണ്ടുകൂടാ. കാലൻ തോളിൽ കൈയിട്ടിരിക്കുകയാണ്. അപ്പോഴും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലം നമ്മുടെ കഴുത്തിലൊക്കെ കൈ കൊണ്ടുവന്നു, നമ്മൾ അറിയുന്നില്ല. നമ്മൾ എവിടെ നിൽക്കുകയാണ്? ചുറ്റി പിടിക്കാൻ നിൽക്കുകയാണ്. ആ ചുറ്റി പിടിച്ചിട്ട് വേണം മറ്റവരുടെ കടം തീർക്കാൻ. പക്ഷേ എത്ര ക്ഷണികമാണ്, എത്ര നൈമിഷികമാണ്. അതുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളതിൽ എന്താണ് ഉറപ്പ്? അതാണ് ഭീമൻ മണിയടിച്ചു. ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ മഹാഭാരതത്തിൽ പഠിക്കാനുണ്ട്. ജീവിത മൂല്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം ജീവിത മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് വളരെ ഉയർന്ന ഒരു ഉദ്യോഗത്തിലുള്ള ഇൻ്റർവ്യൂവിന് ഒരു ഉദ്യോഗാർത്ഥി ചെന്നു. ഇൻ്റർവ്യൂ ബോർഡ് അറിയാമല്ലോ, 5 പേരുണ്ടാവും. നടുക്ക് അതിൻ്റെ അധ്യക്ഷനുണ്ടാവും. മറ്റ് 2 വശത്തിരിക്കുന്ന 2 പേര് വേറെയൊക്കെ നോക്കിയും ആലോചിച്ചും ഇരിക്കും. ഈ ഉദ്യോഗാർത്ഥി കയറി വരുമ്പോൾ അയാളെ ശ്രദ്ധിക്കത്തില്ല. അവർ വേറെ എന്തോ ആലോചിച്ച് അല്ലെങ്കിൽ പത്രം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വളരെ കാഷ്വലായിട്ടിരിക്കും. നടുക്കിരിക്കുന്ന ആൾ മാത്രം പ്രസന്നവതനായിട്ട് വരൂ, ഇരിക്കൂ എന്നൊക്കെ പറയും. ചെന്നിരിക്കണം,
അവിടെ വിഷയം എന്ന പ്രത്യേക രീതിയിലാണ് പെർഫോം ചെയ്യണം, മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വന്നപ്പോൾ ഇയാൾ എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. അടുത്തയാൾ തിരിഞ്ഞു വന്നു, കസേര തിരിഞ്ഞു വന്നു, അയാൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അയാൾ സബ്ജക്റ്റ് എക്സ്പെർട്ടാണ്, എല്ലാത്തിനും മറുപടി പറഞ്ഞു. എത്തിക്സ് ചോദിച്ചു, മറുപടി പറഞ്ഞു. എല്ലാം അയാൾ മറുപടി പറഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരി, യു മേ ഗോ. അയാൾ പുറത്തോട്ട് വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം കൂടെ ഒരു ചോദ്യമുണ്ട്. എന്ത് ചോദിച്ചു, എങ്ങനെ ഇരുന്നു എന്നൊക്കെ ചോദിച്ചു. അത് പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു. അയാൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ആ ഇൻ്റർവ്യൂ കിട്ടുമെന്ന്, നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അയാൾ ലിസ്റ്റിലില്ല. അയാൾക്ക് വളരെ പ്രശ്നം തോന്നി. ഈ ഇൻ്റർവ്യൂ ബോർഡിലെ ചെയർമാൻ അയാൾ പറയാത്തതാണ്, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അയാളെ തിരിച്ചറിഞ്ഞു, പക്ഷേ അയാൾ മനഃപൂർവ്വം കൊടുത്തില്ല. മറ്റൊരു ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഇയാളെ കാണുകയാണ്. അദ്ദേഹം തക്കം പാർത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, അല്ല സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാനന്ന് ഇൻ്റർവ്യൂവിന് വന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞായിരുന്നു. അതെ, ഞാൻ ഓർക്കുന്നു, എല്ലാത്തിനും മറുപടി പറഞ്ഞു. പക്ഷേ എന്നെ തിരഞ്ഞെടുത്തില്ലല്ലോ, ഞാൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോയല്ലോ, എന്തായിരുന്നു എൻ്റെ കുഴപ്പം? ഞാൻ പറഞ്ഞു, അത് പറഞ്ഞുകൂടാ, എന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം. കുഴപ്പം, നിങ്ങൾ കയറി വന്നപ്പോൾ ആ വാതിൽ പകുതി അടഞ്ഞിരുന്നില്ലേ? ആ വാതിൽ നിങ്ങളുടെ കയ്യിൽ, ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഫയൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഷൂസ് ധരിച്ചിരുന്നു, ഒക്കെ ശരിയാണ്. നിങ്ങൾ കാലുകൊണ്ട് ആ വാതിൽ തട്ടി തുറന്നു, വാതിലിനെ കാലുകൊണ്ട് തട്ടി തുറന്നു. അപ്പോഴേ പോയി. എന്താ കാര്യം? ഈ വാതിലെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ സിമ്പലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വീട് പൂട്ടിയത് കൊണ്ടാണ്. വീടിൻ്റെ വാതിൽ സ്ട്രോങ് ആണ്. ആ വാതിൽ അടച്ചിട്ടുണ്ട്, ആരും അതിനകത്ത് കിടക്കുകയില്ല എന്ന വിശ്വാസം. അപ്പോൾ വാതിലെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ബിംബമാണ്. ആ വാതിലിനെ നിങ്ങൾ പുറങ്കാലം കൊണ്ട് തട്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഉദ്യോഗത്തിൽ വന്നാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല, നിങ്ങൾ ഒരാളെയും വിശ്വസിക്കില്ല, സഹപ്രവർത്തകരെ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിതിന് അർഹനല്ല. അതാണ് ഇന്റർവ്യൂവിലെ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം ഉള്ള ഒരു സ്ഥലത്ത് വളരെ ഒരു ഗുരു, അദ്ദേഹത്തിന് മക്കളില്ല, അദ്ദേഹം ഈ വിദ്യാർത്ഥികളെയാണ് മക്കളായിട്ട് കാണുന്നത്. അവിടെ 9 സീറ്റാണുള്ളത്. 9 പേർക്ക് വിദ്യ പഠിപ്പിക്കും, 9 ശാസ്ത്രങ്ങൾ പഠിപ്പിക്കും. അതിൽ ഒന്ന് അദ്ദേഹം മെരിറ്റ് സീറ്റാണ്. ഏറ്റവും അർഹതയുള്ളവരെയാണ് പഠിപ്പിക്കുന്നത് ഒരു സീറ്റിൽ. മറ്റതെല്ലാം രാജ പരമ്പരയിൽപ്പെട്ടവർക്കും രാജകുടുംബത്തിൽ വരുന്നവർക്കും വളരെ VIPസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സീറ്റിൽ അദ്ദേഹം മെരിറ്റ് ആയിട്ടുള്ള ആളിനെ എടുക്കുള്ളൂ. ആ ഒരു സീറ്റിലേക്ക് ഒരാൾ കയറി വന്നു. വീരഭദ്രൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നു. വളരെ താഴ്ന്ന സമുദായത്തിലും ജീവിത സാഹചര്യത്തിലും ഉള്ള പയ്യനാണ്. അപ്പോൾ ഇതിനെയും കൊണ്ട് അദ്ദേഹം ഈ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി. എല്ലാത്തിനും അവൻ വിജയിച്ചു. മിടുക്കനാണ്, ജീനിയസ് ആണ്. അവനെയും കൊണ്ട് ഒരു ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കകത്ത് പോയി. ആ ഗുഹയ്ക്കകത്ത് ഓരോ പാതയിലും ഓരോ ശാസ്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. തർക്കശാസ്ത്രം, ആയോധന ശാസ്ത്രം, മനഃശാസ്ത്രം, ഇങ്ങനെ പല ശാസ്ത്രങ്ങൾ. അതിലിഷ്ടമുള്ള ശാസ്ത്രത്തിൽ തൊടാം, അത് പഠിപ്പിക്കും. ഇവൻ ചെന്ന് തൊട്ടത് ഗൂഢശാസ്ത്രത്തിൽ. അദ്ദേഹം ഒന്ന് ഞെട്ടി. ഗൂഢശാസ്ത്രമാണത്, ഇത് പഠിക്കണോ? ഇത് തന്നെ പഠിക്കണം. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി. ഇല്ല, ഒന്നുകൂടെ ചിന്തിക്കാനില്ല, ഞാൻ ചിന്തിച്ചുറപ്പിച്ചാണ് വന്നത്. ഈ ശാസ്ത്രം തന്നെ പഠിക്കണം. എന്തു പറയാനാണ്? അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല, തിരിച്ചും പറഞ്ഞു കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഭാര്യ തട്ടി ചോദിച്ചു, ഇത് ഉറങ്ങുന്നില്ലേ, എനിക്ക് ശല്യമായിരിക്കുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇന്ന് ഇവിടെ പഠിക്കാൻ വന്ന ആ പയ്യനെ ശ്രദ്ധിച്ചോ? അവൻ മിടുക്കനാണ്, അവന് ഗൂഢശാസ്ത്രം പഠിക്കണം, അവൻ എന്തെങ്കിലും ശാസ്ത്രം നിങ്ങൾ ഉറങ്ങാൻ നോക്കണം. അദ്ദേഹം പിന്നെയും ഉറക്കം വരാൻ കിടന്നപ്പോൾ പുള്ളി വിചാരിച്ചു, പിറ്റേന്ന് അവനെ കടുത്ത ശിക്ഷകളൊക്കെ കൊടുക്കാം, കടുത്ത ശിക്ഷകൾ. അവൻ പോകും. കടുത്ത ശിക്ഷ കൊടുത്തു, അവൻ പോയില്ല. പിറ്റേന്ന് രാത്രിയും ഭാര്യയെ തട്ടി വിളിച്ചു, അങ്ങോട്ട് തട്ടി വിളിച്ചു. അതിനനുസരിച്ച് അഹംബാദം, തിരുവനന്തപുരം ഭാഷ, അഹംബാദം ഇല്ലല്ലോ, ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ, എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യണം, വെളുപ്പിന് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പോയി അവൻ്റെ
അന്നൊക്കെ ഈ കുടുംബയുള്ള കാലമാണ്. കുടുംബ കട്ട് ചെയ്യണം. കുടുംബ കട്ട് ചെയ്തിട്ട് വെളുപ്പം കാലത്തോ എന്നിട്ട് നേരം വെളുത്തിട്ട് നീ വിളിച്ചു പറയണം, നിന്നെ ആരോ കയറി ആക്രമിച്ചു എന്ന് പറയണം. അവൻ്റെ കുടുംബം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടെന്നും പറയണം. ബാക്കി ഞാനായിട്ട് പുള്ളിക്കാരി ജീവിച്ചുകൊണ്ട്, മനുഷ്യരോടൊപ്പം ജീവിച്ചുകൊണ്ട് അദ്ദേഹം അവർ ഉറക്കമില്ലാതെ പിന്നെ കിടന്ന് വെളുപ്പിനെ പോയി ഉറങ്ങിക്കിടന്ന ഇവൻ്റെ കുടുംബം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നേരം വെളുത്തപ്പോൾ വിളിച്ചു പറഞ്ഞു. വലിയ ബഹളമായി. ഉടൻ തന്നെ ഒരു കരി കൊണ്ട് പുള്ളി അങ്ങോട്ട് ചെന്നു. ഇവനെ ഇപ്പം തന്നെ TC കൊടുത്ത് വിടാനുള്ള പരിപാടിയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 9 പേർക്കും കുടുംബമില്ല. യവനും ഇല്ല കുടുംബം, ബാക്കിയുള്ളവർക്കും ഇല്ല കുടുംബം. അവനാരാ മോനെ? അവനപ്പം തന്നെ ബാക്കിയുള്ളവരുടെ കുടുംബം കൂടെ കട്ട് ചെയ്ത് കുട്ടയിലിട്ടു. പിന്നെ അവനെ പഠിപ്പിച്ചു, ഗൂഢശാസ്ത്രം പഠിപ്പിച്ചു, അവിടെ നിന്ന് അയച്ചു. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം രാജ്യമാകെ മോഷണം, ഭയങ്കര മോഷണം. വീടുകളിലൊക്കെ കയറുന്നു. വീടുകളിൽ കയറുമ്പോൾ ഗ്രഹനാഥം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അനങ്ങാൻ വയ്യ. അദ്ദേഹത്തെ ഈ എന്താണ് ഇവന്റെ ഏതോ മന്ത്രം കൊണ്ട് അദ്ദേഹത്തിനെ മയക്കി കിടത്തുകയാണ്. പലയിടത്തും മോഷണം. രാജാവ് വയലന്റായി. അങ്ങനെ ഇരിക്കുമ്പോൾ രാജ്ഞിയുടെ ആഭരണങ്ങളും പോയി. അന്വേഷിച്ചപ്പോൾ അറിയുന്ന ഇദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥിയാണെന്നാണ്. ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഇനി ഇങ്ങനെ പാടില്ല, ഏറ്റവും ഇത് ചുരുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആശ്രമം മതിയാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവ് തൻ്റെ മക്കളെ, മന്ത്രിയുടെ മക്കളെയും അവിടെ പഠിപ്പിക്കാനായിട്ട് അയച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ അവരെല്ലാം പരാജയപ്പെട്ടു. രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ധാർമ്മിക ബോധം ഇല്ല എന്നാണ്. കാരണം അവർ പഠിക്കാനായിട്ട് വരുമ്പോൾ വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയെ ഒത്തിരി ചുമടുകളുമായിട്ട് അങ്ങോട്ട് പോകാൻ ഏർപ്പാടില്ല. അതിൽ കുറച്ച് കുട്ടികൾ മാത്രമാണ് ആ ചുമടെടുത്ത് അവരെ സഹായിച്ചത്. അവർ ആദ്യത്തെ ടെസ്റ്റിൽ പാസ്സായി. രണ്ടാമത് അകത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ എല്ലാവർക്കും ഓരോ പഴം കൊടുത്തു. എല്ലാവരും പഴം വാങ്ങിച്ച് കഴിച്ചു. കുറച്ചു പേര് മാത്രമാണ് ശരിയായിട്ട് കഴിച്ചത്. രാജാവ് ചോദിച്ചു, അതെന്താണ് എല്ലാവരും പഴം തന്നെ കഴിച്ചില്ലേ? നമ്മൾ ഈ പഴം വാങ്ങിക്കുമ്പോൾ കഴിക്കേണ്ടത് പഴത്തിൻ്റെ പകുതി ഒടിച്ചാണ് കഴിക്കേണ്ടത്. മുഴുവൻ എടുത്തിട്ട് കഴിക്കരുത്. കാരണം ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കാമെന്ന് അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പൂജയ്ക്ക് നാളത്തെ പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുപാട് പേര് പൂക്കൾ കൊണ്ടുപോയി. കുറച്ച് പേരാണ് ജയിച്ചത്. എന്താ കാര്യം? പൂമൊട്ടുകൾ കൊണ്ടുവന്നവരാണ് ജയിച്ചത്. കാരണം ഈ പൂക്കൾ നാളത്തേക്കാണ്. ഇന്നത്തെ മൊട്ടാണ് നാളെ പൂവാകുന്നത്. പിന്നെയും കുറച്ച് പേരെ ഉണ്ടായിരുന്നു. അവരെ അവസാനത്തെ പരീക്ഷണത്തിന് വിധേയമാക്കി. ഇദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, അവിടെ 4 പിച്ചാത്തികൾ വെയിലത്ത് വെച്ചിരിക്കുന്നു, കത്തികൾ. ആ കത്തി എടുത്തുകൊണ്ട് വരും. പിള്ളേർ കത്തി എടുത്തുകൊണ്ട് പോയി. അതിൽ ഒരുത്തൻ മാത്രമാണ് ശരിയായ രീതിയിൽ കൊണ്ടുവന്നത്. എല്ലാവരും ആ വായ്ത്തല അവരുടെ നേർക്ക് നീട്ടിയപ്പോൾ ഒരുത്തൻ മാത്രമാണ് ആ കത്തിയുടെ പിടി അവരുടെ കൈക്ക് നീട്ടിയത്. എന്ന് പറഞ്ഞാൽ ആ മറ്റൊരാളുടെ ഒരു തരത്തിലും പ്രയാസം വരാത്ത വിധത്തിൽ, പരിക്കു പറ്റാത്ത വിധത്തിൽ അവരെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കർമ്മവും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നെഹ്റു പറഞ്ഞത്, കൾച്ചർ ഈസ് ദ കൺസേൺ ഫോർ അതേഴ്സ് എന്ന്. ഈ ജീവിത മൂല്യങ്ങൾ, ഈ പരീക്ഷണങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ ലോകത്ത് നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മളുടെ പൗരാണികമായ പുരാതനമായ സംഹിതകളിൽ ഉള്ളതാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം സൗകര്യത്തിലാണ്. എന്തെല്ലാം അഭിനാതനമായ സൗകര്യങ്ങളാണ് നമുക്ക്. പക്ഷെ ഇത്രയും സൗകര്യങ്ങൾ ഉള്ളപ്പോഴും ഏറ്റവും അധികം ദുഃഖിതരാണ് നമ്മൾ. പണ്ട് നമ്മുടെ പൂർവികന്മാർക്ക് ഒന്നുമില്ലാത്ത സൗകര്യങ്ങളാണ്, അല്ലേ? വിരൽത്തുമ്പിൽ എല്ലാം കിട്ടും. എന്നിട്ടും നമ്മൾ ദുഃഖിതരാണ്. എന്താണ് കാരണം? കാരണം നമ്മൾക്ക് ഒരുപാട് വറീസാണ്. നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വീട് പണിയാൻ കഴിയില്ല, വലിയ കാർ മേടിക്കാൻ കഴിയില്ല, നമ്മൾ ഉദ്ദേശിച്ച പ്രശസ്തി കിട്ടുന്നില്ല, അവാർഡ് കിട്ടുന്നില്ല. ഇങ്ങനെ 10 കിട്ടുമ്പോൾ 100 മതിയെന്നും 100 കിട്ടുമ്പോൾ 1000 മതിയെന്നും ഇങ്ങനെ പറയുന്ന പോലെ നമ്മൾ അതൃപ്തിയുടെ ഒരു ലോകത്തേക്ക് പോവുകയാണ്. ഭാഗവതത്തിൽ ഭിക്ഷു ഗീതം എന്ന് പറഞ്ഞൊരു ഗീതമുണ്ട്. ആ ഗീതത്തിൽ ഒരു കഥ പറയും. ഭിക്ഷു ഗീതത്തിൽ കഥ ഇതാണ്:
അവന്തി പട്ടണത്തിൽ ഒരു ധനിക ബ്രാഹ്മണൻ ജീവിച്ചു. അവന്തി പട്ടണത്തിൽ ധനികനായ ഒരു ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണൻ വളരെ സുഖഭോഗങ്ങളുടെ നടുവിൽ ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ദരിദ്രനായി. എല്ലാം നഷ്ടപ്പെട്ടു. വീടും നഷ്ടപ്പെട്ടു, കുടുംബവും നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു. അയാൾ ഈ പീഡികത്തിൻ്റെ അന്തി ഉറങ്ങാൻ തുടങ്ങി. അയാൾക്ക് ഭക്ഷണം കിട്ടാതെ അയാൾക്ക് കിട്ടുന്ന ഭക്ഷണം ആരൊക്കെയോ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. ഇത്രയും ഹീനമായ ഒരവസ്ഥയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അങ്ങയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ, അങ്ങ് വളരെ സന്തുഷ്ടനാണല്ലോ, എല്ലാം ഉണ്ടായിരുന്നപ്പോഴും അങ്ങ് എങ്ങനെയായിരുന്നു അതുപോലെ സന്തുഷ്ടനായിരിക്കുന്നല്ലോ, എന്താ കാര്യം, ഇതെങ്ങനെ സാധിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മാത്രം നിശ്ചയിക്കുന്നതാണ്. നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം നിശ്ചയിക്കുന്ന, നമ്മുടെ സന്തോഷത്തെ ഒരു ആൾക്കും കെടുത്താൻ കഴിയില്ല. അച്ഛനോ അമ്മായിയപ്പനോ മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്കും ശത്രുക്കൾക്കോ നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ കഴിയില്ല. നമ്മൾ പറയുന്നത് ജന്മദോഷമാണ്. ഒരു ദോഷവുമില്ല. മുജ്ജന്മദോഷമൊന്നും ഇല്ല. ഗ്രഹദോഷം എന്തെല്ലാം ദോഷങ്ങളാണ് നമ്മൾ പറയുന്നത്. കാലദോഷം, ഒരു കാലദോഷവുമില്ല. നമ്മുടെ സന്തോഷം മറ്റൊരാൾക്ക് കെടുത്താൻ കഴിയുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ കഴിയാം. നമ്മളാണ് ഈ സമയത്തൊക്കെ ഇതിന് പരിഹാരങ്ങൾ ചെയ്യും. ഇപ്പോൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ആമയുണ്ട്, ആമയെ കൊണ്ട് വെച്ചാൽ മതി. അതുപോലെ ചിലർ മണി കെട്ടി തൂക്കി അടിക്കും. പല കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നുമല്ല തലമ്പിരി ശങ്ക്, എടമ്പിരി ശങ്ക്, ഇതൊന്നുമല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സന്തോഷമാണ്. അതുകൊണ്ട് ജ്യോത്സ്യരെടുത്ത് പോകുന്നവരുണ്ട്. ജ്യോത്സ്യരെടുത്ത് പോയാൽ ഒരുത്തൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. ജ്യോത്സ്യരെ പോയി കണ്ടു. ജ്യോത്സ്യർ പറഞ്ഞു, നല്ല സമയമാണ്. അതായത് എന്തെഴുതി കൊടുത്താലും ഉടൻ കാശ് കിട്ടും. എന്തെഴുതി കൊടുത്താലും ആ എഴുതി കൊടുക്കുന്ന അപ്പം കാശ് കിട്ടും. അവൻ പരീക്ഷ ഒരു ജോലിക്കും അപ്ലൈ ചെയ്യാതെ, എംപ്ലോയ്മെൻറ്റിന് പോലും അപ്ലൈ ചെയ്യാതെ അവൻ എഴുത്തു തുടങ്ങി. ആദ്യം കവിത എഴുതി അയച്ചു കൊടുത്തു, തിരിച്ചു വന്നു. കഥ എഴുതി അയച്ചു കൊടുത്തു, തിരിച്ചു വന്നു. നോവൽ എഴുതി, തിരിച്ചും വന്നില്ല. കുറേ എഴുതി അവസാനം ജോലിയും കിട്ടിയില്ല. നല്ല പ്രായവും പോയി, വീട്ടിൽ നിന്നൊക്കെ വെളിയിലായി. അവസാനം ഒരു ഹോട്ടലിൽ സപ്ലയറായി നിൽക്കുമ്പോൾ ഈ ജ്യോത്സ്യർ അവിടെ കാപ്പ് കുടിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത് വന്നിട്ട് പറഞ്ഞു, വിത്തൗട്ട് ചായ, വിത്തൗട്ടേ കുടിച്ചോളിയാതെ എടാ ഇപ്പതല്ലേ, എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, മനസ്സിലായില്ല. എന്നെ അന്ന് പറഞ്ഞില്ലേ എഴുതി കൊടുത്താൽ ഉടൻ കാശ് കിട്ടുമെന്ന്. ഞാൻ എഴുതി അയച്ച് ജോലിക്കും അപ്ലൈ ചെയ്തില്ല, ഒന്നുമില്ല, കാശും കിട്ടിയില്ല, ആകെ നാനാഗ്രഹമായി. എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പം എഴുതി കൊടുക്കുന്ന അവിടെ കൊണ്ടുപോകുമ്പോൾ കാശ് കിട്ടല്ലേ? ഓരോ ആളിനും എന്ത് കഴിച്ചു? അപ്പവും 45 രൂപ ഉണ്ട്. അവിടെ കൊണ്ടു കൊടുക്കുന്ന അപ്പം കാശല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മേഘത്തിൽ വരുന്നത്. ഫെയർ ഈസ് പ്രോബ്ലം, ഫൗൾ ഈസ് ഫെയർ എന്ന് പറയുന്ന മന്ത്രവാദിനികൾ മേഘത്തിനെ വഴിതെറ്റിച്ചത് ഈ വിധത്തിലുള്ള തെറ്റായ പ്രവചനത്തിലൂടെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സന്തോഷത്തിന്റെ പിന്നാലെ പോയിട്ട് സന്തോഷത്തിന് വേണ്ടി പോയിട്ട് കാര്യമില്ല. സന്തോഷത്തിന് തന്നെ പല അവസ്ഥകളുണ്ട്. സുഖം എന്ന് നമ്മൾ പറയുന്നത് പൊതുവെ സന്തോഷത്തെയാണ്. പക്ഷെ സുഖം ശരീരത്തിൻ്റെയാണ്. ഉള്ളൂർ പറഞ്ഞാലല്ലേ, സുഖം ഭൂമിയെ സ്വർഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങന്നറിയാതെ തന്നെ ആയുസ് പോകുന്നു ഹതാശവം. സുഖമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ, സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെയാണ്, ആഹ്ലാദം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെയാണ്. ഇതെല്ലാം അപ്പുറത്താണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ്. ആനന്ദം നിർമോഹത്വമുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്, നിർമോഹത്വം അതിന് അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ പരമമായ ആനന്ദത്തിൽ എത്തുന്നത്. പിന്നെയാണ് നമ്മുടെ ജീവന് മുക്തി വരുന്നത്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം നിശ്ചലതത്വം ജീവന മുക്തി. നല്ല ആളുകളുമായി സഹകരിക്കുമ്പോൾ നമുക്ക് ഒരു നിസ്സംഗതയുണ്ട്, ഒന്നിനോടും ആഗ്രഹമില്ലാതെ. ആ ആഗ്രഹമില്ലായ്മയിൽ നിന്നാണ് നമ്മൾ നിർമോഹത്വത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്തുന്നത്. സമാധാനം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ അപ്പുറത്തുള്ള അവസ്ഥയാണ്.
ഇപ്പോൾ ചില ആളുകളുടെ പേര് തന്നെ സന്തോഷം എന്നാണ്. ഞാനൊരു സന്തോഷിനോട് ചോദിച്ചു, സന്തോഷമുണ്ടോ? പുള്ളി പറഞ്ഞു പേരിലേ ഉള്ളൂ. പിന്നെ ഞാൻ സന്തോഷം അഭിനയിക്കുകയാണ്, സന്തോഷ് കുമാർ. ഈ സന്തോഷം നമ്മളിപ്പോൾ പങ്കുവയ്ക്കുമ്പോൾ സന്തോഷം പണ്ട് പറയുന്നത് കൂടുമെന്നാണ്. ഇപ്പോൾ സന്തോഷം പങ്കുവെച്ചാൽ കുറയും. അടുത്ത അയൽക്കാരൻ വന്ന് രാവിലെ പറയുകയാണ് മോനെ BSSയിൽ കിട്ടിയത്, നമ്മുടെ പയ്യനെ PSCയിലും കിട്ടിയിട്ടില്ല. നമുക്ക് നമ്മുടെ മുഖം പാടും, അത് കഴിയുമ്പോൾ അയാളുടെ മുഖവും പാടും, ആകെ വിഷമമായി. ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നതാണ് പറഞ്ഞത്. ഇപ്പം ദുഃഖം പങ്കുവയ്ക്കുകയാണെങ്കിൽ കൂടും. ആ വിധത്തിൽ സന്തോഷം എന്ന് പറയുന്നത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഈ മഹാഭാരതത്തിൻ്റെ ജീവിത തത്വങ്ങളിലൂടെ ആർജിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിൻ്റെ അർപ്പണമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കുകയില്ല. അത് അഭിനയം മാത്രമായിരിക്കും, അത് ആത്മാർത്ഥമായിരിക്കും. അതിനെയാണല്ലോ ആത്മാർത്ഥം എന്ന് പറയുന്നത്. മകൻ അച്ഛനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ കാണിക്കുന്ന പ്രകടനങ്ങൾ ആത്മാർത്ഥമാണോ? പണ്ട് ഒരച്ഛൻ മരിച്ചപ്പോൾ അനുജനും ജ്യേഷ്ഠനും കൂടി കാശി പിതൃതർപ്പണം ചെയ്യാൻ പോയി, ശ്രാദ്ധം കൂട്ടാൻ വേണ്ടി പോയി, അനുജനും ജ്യേഷ്ഠനും. അന്നൊക്കെ ഈ നടന്നാണ് പോകുന്നത്. എല്ലാ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും വീട്ടിൽ അന്തി ഉറങ്ങും. ഇവർക്ക് പിന്നെ അവിടെ സ്വീകരണമാണ്, എല്ലാ വീട്ടിലും സ്വീകരണമാണ്. കാരണം ഭിക്ഷാത്തേഹികളെ പോലെ വരുന്നതല്ലേ. അങ്ങനെ ഇവർ കാശി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ 7ാമത്തെ ദിവസം എത്തി. ആ പട്ടണത്തിലെത്തി. പട്ടണത്തിലെ വഴിയോരത്തിൽ കിടന്ന ഒരുപാട് അവസരമായി പകലൊക്കെ നടന്ന് വഴിയോരത്തിൽ കണ്ട ഒരു വീട്ടിൻ്റെ വാതിൽക്കൽ തട്ടി. വാതിൽ തുറന്നു. വളയിട്ട കൈകൾ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ശ്രാദ്ധകർമ്മത്തിന് വന്നതാണ്, പിന്നെ ഇന്ന് രാത്രി ഇവിടെ അന്തി കൊള്ളാൻ പറ്റുമോ? കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നപ്പോൾ സുന്ദരിമാരായ 3-4 പെൺകുട്ടികൾ, സുന്ദരിമാർ, പല പ്രായത്തിലുള്ള സുന്ദരിമാർ. അവരൊരു മുറി ഒരുക്കി കൊടുത്തു. അങ്ങോട്ട് അവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞു. വെള്ളം കൊണ്ട് കൊടുത്തു, കുടിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. നല്ല രീതിയിൽ പരിഹരിക്കുന്നു. നല്ല രീതിയിൽ പരിചരണമെല്ലാം കഴിഞ്ഞ് നല്ല ക്ഷീണം കൊണ്ട് ജ്യേഷ്ഠനും അനുജനും ഉറങ്ങാനായിട്ട് കിടന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് ഗംഗാതീരത്തേക്ക് പോവുകയാണ്. ഉറങ്ങാൻ കിടന്നപ്പോഴുണ്ട് വാതിലടയുന്നു, തുറക്കുന്നു. വാതിലടയുന്നു, തുറക്കുന്നു. വാതിലടയുന്നു, തുറക്കുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ അനുജനെ വിളിച്ചു, നീ ഉറങ്ങിയോ? അനുജൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിയില്ല, ഇവിടെ വശമില്ലാത്ത ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമല്ലോ, ചില ചിരികൾ, അമർത്തി ചിരികളൊക്കെ കേൾക്കുന്നു. എങ്ങനെയോ അവർ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. അതിരാവിലെ തന്നെ ജ്യേഷ്ഠൻ എഴുന്നേറ്റു. കൈകാലുകളൊക്കെ കഴുകി കുളിച്ച് വൃത്തിയായി തിരിച്ചു വന്നപ്പോൾ ഈ പെൺകുട്ടികൾ പ്രാതൽ ഒരുക്കിയിട്ട് അവർ വന്ന് പറയുന്നു, എന്താ ഇത്ര ധൃതി, എവിടെ പോകുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ശ്രാദ്ധകർമ്മം ചെയ്യാനുണ്ട്, അങ്ങനെ ഗംഗാതീരത്തേക്ക് വന്നതാണ്, രാവിലെ ഇറങ്ങുകയാണ്. അല്ല, ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോകാമെന്നേ, ശ്രാദ്ധം നാളെ ചെയ്യാം. എന്താ ഈ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ? ഇത് അച്ഛൻ്റെ ആത്മാവ് മരിച്ചുപോയി, അതിന് ഉള്ള തർപ്പണമാണ്. അച്ഛൻ ഏതായാലും മരിച്ചുപോയല്ലോ, ഇനിയിപ്പം ഇപ്പം തന്നെ ചെയ്യണോ? നാളെ ചെയ്യാം. ഇന്നിവിടെ തങ്ങിയാൽ ഞങ്ങളിത് പകൽ ഫ്രീയാണ്. ചേട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല, ഞങ്ങളിത് വളരെ വിശുദ്ധമായിരിക്കും. ഇന്നലെ ഇവിടെ തങ്ങിയത് തന്നെ മോശമായിപ്പോയി. എഴുന്നേൽക്കുന്നില്ലേ? അനിയൻ ഇങ്ങനെ കിടക്കുകയാണ്, അവന് എഴുതിക്കണമെന്നില്ല. അപ്പോൾ അനിയൻ്റെ കിടപ്പോടെ കണ്ടിട്ട് അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പോയാട്ടെ, പുള്ളിക്കാരൻ ഇവിടെ കിടക്കട്ടെ. കേൾക്കാത്ത താമസം അവനങ്ങ് കിടന്നു. ജ്യേഷ്ഠ ഒത്തിരി വഴക്ക് പറഞ്ഞു. ജ്യേഷ്ഠൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. യവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അനിയൻ പറഞ്ഞു വരുന്നില്ല. എന്നെയുമല്ല, അനിയൻ പറഞ്ഞു ജ്യേഷ്ഠൻ പോയാൽ മതി. അച്ഛൻ അല്ലെങ്കിലും ജ്യേഷ്ഠനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ജീവിച്ചിരുന്നപ്പോഴും ആ ബില്ലൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവസാനം എഴുതിയ പ്രമാണമൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും വഹിക്കരുത്. അതുകൊണ്ട് ചേട്ടൻ തന്നെ ചെയ്തിട്ടുണ്ടാകും, ഞാനിവിടെ രാജാവിനെ വിളിച്ചതല്ല ഇവിടെ കിടക്കാൻ. ശപിച്ചുകൊണ്ട് ചേട്ടൻ വേണ്ടിപ്പോയി ഗംഗാതീരത്തെ ഒന്ന് കർമ്മം ചെയ്യാൻ ഇരിക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ മനസ്സിൽ ഒരു ചിന്ത,
ഇവിടെ ഇപ്പോൾ അച്ഛനെ കണ്ടില്ല, അമ്മാക്കനെയും കണ്ടില്ല. ആത്മാവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം? അവൻ വളരെ പ്രാക്ടിക്കലാണ്. അവനിപ്പോൾ അവിടെ കഴിയുകയാണ്. ഞാനും അവിടെ കിടന്നാൽ മതിയായിരുന്നു. ആ മൂത്ത സ്ത്രീ ഒരുപാട് നിർബന്ധിച്ചു, ഇറങ്ങിയപ്പോഴും നിർബന്ധിച്ചു. എന്തായാലും ഇവിടെ വന്നു. അപ്പം മറ്റേ ആളുകൾ പറയുകയാണ്, മാനസ ഗംഗ കൊണ്ട് പിതൃതീർത്ഥം സമർപ്പയാണ്. ഒന്നും കേൾക്കുന്നില്ല. വസ്ത്രത്തിൽ നിന്ന് ഒരു 4 വലിച്ചെടുത്ത് വസ്ത്രാഭിഷേകം സമർപ്പയാണ്. അയാൾ കേട്ടോണ്ടിരിക്കുന്നു, വസ്ത്രത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നില്ല. പുള്ളി ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാളുടെ മനസ്സ് മുഴുവൻ ഈ വീട്ടിലാണ്. ഇവിടെ നടക്കാനിടയുള്ള സംഭവങ്ങളെ കുറിച്ചാണ്. ഈ സമയം അന്യൻ ഭയങ്കര പശ്ചാത്താപം. ഇതുവരെ വന്നിട്ട് ഞാൻ പോയില്ല. അച്ഛൻ്റെ ആത്മാവിനെ അന്വേഷിക്കും. ഞാൻ പറഞ്ഞ പോലെയല്ല, അച്ഛൻ എന്നെ വലിയ സ്നേഹമായിരുന്നു. അച്ഛൻ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും. അച്ഛൻ എന്നെ ശപിക്കും. ഞാൻ എന്തൊരു ദുഷ്ടനാണ്, എന്തൊരു പാപിയാണ്. അപ്പോൾ ആ പെണ്ണുങ്ങൾ വന്ന് കയ്യിലൊക്കെ പിടിച്ചപ്പോൾ പുള്ളി കുറഞ്ഞെറിഞ്ഞു. ഇത് ദേഹത്ത് വിട്ടുപോയിരുന്നു. ഞാൻ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് നിങ്ങൾ കാരണമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചേട്ടൻ പോയി അവിടെ കർമ്മം ചെയ്യുക. കുറെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. നീ വരുന്നുണ്ടോ? പുള്ളി എപ്പോഴും റെഡിയായിട്ടിരിക്കുന്നു. രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്നു. മിണ്ടുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല. ഒരാൾക്ക് നഷ്ടബോധം, ചേട്ടന് നഷ്ടബോധം, അനിയന് കുറ്റബോധം. നഷ്ടബോധവും കുറ്റബോധവും കൂടെ ഒരു അക്ഷരം മിണ്ടാതെ വീട്ടിൽ വന്നു കയറി. ഇപ്പോൾ വീട്ടിൽ ജോലിസിന് വന്നിരിക്കുകയാണ്, നേരത്തെ വന്നിരിക്കുകയാണ്. എന്തിനാണ്? ഇനി ഒരു കർമ്മം കവടി നിരത്തി നോക്കണം, പിതൃവിന് തൃപ്തിയായോ എന്ന് നോക്കണം. ഇങ്ങനെ അയാൾ കവടി നിരത്തി യൗമാരെ രണ്ടുപേരെയും ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് കവടി നിരത്തി നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഒരാളെ പോയോ? ഗംഗാതീരത്ത് ഒരാളെ പോയോ? അപ്പോൾ ചേട്ടൻ അനിയനെ ഒന്ന് ചെറഞ്ഞു. പറയണോടെ എന്ന് മന്ത്രി. അനിയൻ കുറ്റബോധം കൊണ്ട് ചൂടുകയാണ്. ജ്യോത്സ്യര് പറയുന്നു, അനിയൻ മാത്രമല്ലേ കർമ്മം ചെയ്തോളൂ, ചേട്ടൻ എവിടെയായിരുന്നു? സമർപ്പണ മനസ്സോടുകൂടി അല്ലാതെയുള്ള കർമ്മങ്ങൾ നിഷ്ഫലമാണ് എന്ന് ഈ കഥ സൂചിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പ്രഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ശ്രീകൃഷ്ണൻ ഒരിക്കലും രാജ്യം ഭരിച്ചിട്ടില്ല. അദ്ദേഹം നിഷ്പക്ഷമതിയായി യുദ്ധത്തിൽ പങ്കെടുക്കില്ല. എന്നാൽ നിർണായക ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വളരെ അനുകൂലമായി ധാർമ്മികമായി പെരുമാറി. തന്നെ ആശ്രയിച്ചവരെയെല്ലാം സഹായിച്ചു. എന്നിട്ടോ തന്നെ അമ്പയുടെ വേദന പോലും മാപ്പ് കൊടുത്തു. അത്രയും പുണ്യമായ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ വാസുദേവ യജ്ഞം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ഈ പരിസ്ഥിതി, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ്. അതിൻ്റെ സദ്ഗുണങ്ങൾ ഇവിടെ വരുന്നവർക്കും ഈ പ്രദേശത്തുള്ളവർക്കും ഇവിടെ മനസ്സുകൊണ്ട് പൂജ ചെയ്യുന്നവർക്കും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. എൻ്റെ ഇത്രയും നേരത്തെ ഭാഷണം കേട്ടിരുന്നവർക്ക് ഭാഗവതത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും തീർത്ഥവും പ്രസാദവും ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധാപൂർവമായി കേൾവിക്ക് നന്ദിയുടെ നറുമലരുകൾ വർഷിച്ചുകൊണ്ട് അകളങ്കമായ അകന്മഷമായ അകൃത്രിമമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.